അപ്പം ആ പെൺകുട്ടി അതിന്റെ ഒക്കേല് വിള അനിയത്തി, എനിക്ക് ഒരു സഹോദരിയേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഒരു ചെറുക്കനെ നോക്കട്ടെ. എനിക്ക് പെണ്ണെ നോക്കാൻ വന്നോ അതോ എന്റെ സഹോദരി ചെറുക്കനെ നോക്കാൻ വന്നോ? അല്ല, ഞാനൊരു ബിസിനസ് പറഞ്ഞതേ ഉള്ളൂ. ബിസിനസ് ഇപ്പൊ ഉണ്ടാക്കണ്ട. പിന്നെ എനിക്ക് പെണ്ണെ നോക്കുന്ന കാര്യം എന്റെ അമ്മയോ അനിയനോ അനിയത്തി അറിയാൻ പാടില്ല. അല്ല, ഞാൻ പലപ്പോഴും വരുന്നുണ്ട് പോകുന്നുണ്ട്, അനിയനെ ഇവിടെ കണ്ടില്ലല്ലോ. അവന് എല്ലാ കാര്യത്തിലും എനിക്ക് വിപരീതം, സ്വഭാവത്തിലും രൂപത്തിലും എല്ലാം. അപ്പോ അച്ഛൻ രണ്ടാണോ? അച്ഛനും അമ്മയൊക്കെ ഒന്ന് തന്നെ. പിന്നെ എനിക്ക് പെണ്ണ് നോക്കുന്ന കാര്യം അവൻ അറിഞ്ഞാലുണ്ടല്ലോ, അവൻ സഡൻ ബ്രേക്ക് ഇട്ടു. ബാലന്മാരുടെ കാര്യം ഞാനിപ്പോ ചോദിച്ചതുള്ളൂ കേട്ടോ. ആരോട്? ചേട്ടനോട്. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ന്യായമല്ലയോ ബാലന്മാര്? ചേട്ടൻ പണവും പ്രതാപവും സ്വാധീനതയുമുള്ള ഒരു ഗവൺമെന്റ് കോൺട്രാക്ടർ, അനിയനാണെങ്കിൽ കാകിത്തൊക്കെ വെച്ച് കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവർ. കുറച്ചില്ലയോ? അപ്പോഴേ തന്റെ ബ്രാക്കർ പണിയേക്കാൾ നല്ലതാ എന്റെ ഡ്രൈവർ പണി. അല്ല ബാലന്മാരെ, രണ്ടും ഒരുപോലെയാ. ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവും. തനിക്ക് ഈയിടെ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള യോഗമുണ്ട്. അത് കയ്യും കാലും ഒന്നും അല്ല പോകാൻ പോകുന്നത്, തല തന്നെ പോയെന്ന് വരും. അയ്യോ, തല പോകണ്ട, കാണാൻ വൃത്തികേടാ. മറ്റു വല്ലതും പോയിക്കോട്ടെ. അതെ, താൻ ഈയിടെ എന്റെ ചേട്ടന് ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്തിനാ? അതെ, ഒരു ബിസിനസ് വിഷയമാ. എന്ത് ബിസിനസ്സാ? ചിട്ടിയോ അതോ കോൺട്രാക്ടോ അതോ പണം പലിശയ്ക്ക് കൊടുക്കലോ? ആ ലോകത്ത് ഇതൊക്കെ ഉള്ളൂ ബിസിനസ് ആയിട്ട്. എന്റെ ചേട്ടന് അതൊക്കെ അറിയാവൂ. മുതലിനേക്കാൾ കൂടുതൽ പലിശ വാങ്ങിക്കുക, സർക്കാരിൽ നിന്നും പണം തീർത്ത് വാങ്ങിയതിന്റെ 10ാം ദിവസം എന്റെ ചേട്ടൻ പണിയിപ്പിച്ച പാലം തന്നെ ഇടിഞ്ഞു വീഴുന്നത് കാണുക, ചിട്ടി കെട്ടിയ ചിട്ടാളന്മാർക്ക് ചിരട്ട എടുത്തു കൊടുക്കുക. ഇതൊക്കെയാ എന്റെ ചേട്ടന്റെ ബിസിനസ്. ഇത് അതൊന്നുമല്ല, വേറെ ബിസിനസ്സാ. അത് തന്നെയാണോ പെണ്ണ് കൂട്ടിക്കൊടുപ്പ്? പെണ്ണ് കൂട്ടിക്കൊടുപ്പല്ല ബാലനായര്, കെട്ടിക്കൊടുപ്പ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബാലനായർക്ക് ഒന്ന് നോക്കട്ടെ, മൂത്ത് മുറ്റിയല്ല. എനിക്ക് ഇപ്പൊ തന്നെ ആക്സിഡന്റ് പറ്റുമെന്നാ തോന്നുന്നത്. നല്ല വർക്കത്തുള്ളൊരു പെണ്ണ് കേട്ടോ, കൊഴുത്ത് തടിച്ച് ഉരുണ്ടങ്ങനെ തളതളാന്ന് നിൽക്കുന്നു. ബാലനായർക്ക് പറ്റിയതാ. ഞാനൊന്ന് കൊളുത്തട്ടെ. അതിനു മുമ്പ് ഞാൻ തന്നെ കൊളുത്താം. ഞാൻ പോയിക്കാം. പോ. വിജയ, കോളേജ് തുറന്നല്ലോ, നിനക്കെല്ലാം കൂടി എത്ര രൂപ വേണം പറ? ഫീസ് കൊടുക്കണം, പുസ്തകം വാങ്ങണം, പിന്നെ കുറെ ഡ്രസ്സും തയ്ക്കണ ചേച്ചി. അപ്പോ എല്ലാം കൂടി ഒരു 500 രൂപ ഉണ്ടായിരുന്നാ മതിയാവും? അയ്യോ, കോളേജിൽ തന്നെ 500 രൂപ വേണം ചേച്ചി. ഒരു 700 വേണ്ട, ഒരു 1000 രൂപ ഉണ്ടായിരുന്നാ മതിയാവും? ധാരാളം മതി. നീ വിഷമിക്കാതെ, ഞാൻ പണത്തിന് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. നീ നിക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശരി ചേച്ചി. നമസ്കാരം. വരണം, ഇരിക്കണം. വേണം, ലോഹ്യൊന്നും വേണ്ട, വലിയും വേണ്ട, ഇരിക്കുകയും വേണ്ട. എന്റെ ഇന്ന് പണം കടം വാങ്ങിക്കാൻ വേണ്ടി താൻ നടന്ന് തന്റെ കാലിലെ തൊഴുതേ, ആ പണം മടക്കി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വന്ന് എന്റെ കാറിന്റെ ടയർ തേച്ചു. ഞാൻ 4-5 പ്രാവശ്യം അവിടുത്തെ അന്വേഷിച്ച് അങ്ങന്റെ വീട്ടിൽ വന്നിരുന്നു. വന്നപ്പോഴെല്ലാം അങ്ങൊന്ന് വെളിയിൽ പോയിരിക്കുകയാണെന്ന് അവിടുത്തെ അമ്മ പറഞ്ഞു. ഇപ്പൊ ഞാനങ്ങനെ വീട്ടിൽ ഇരിക്കുള്ളൂ. തന്റെ പോലുള്ളവർക്ക് പണം കടം ചെയ്താൽ ഞാൻ വീട്ടിൽ വെളിയിൽ കഴിഞ്ഞേ വെക്കൂ. ക്ഷമിക്കണം, ഇപ്പോൾ പലിശ മാത്രം തരാം, മുതൽ അടുത്ത മാസം തരാം. എടോ, ഇത് പറയാൻ വേണ്ടിയാണോ 5 പ്രാവശ്യം താൻ എന്റെ വീട്ടിൽ വന്നത്? മര്യാദയ്ക്ക് പണം വേണ്ടി. എനിക്ക് പണത്തിന് വളരെ ആവശ്യമുണ്ട്. തനിക്ക് വിഷമം വന്നാ വല്ല എമ്പോക്കിരുന്ന് വാങ്ങിക്കാം, ഞാൻ ആരുടെ നിന്ന് വാങ്ങിക്കും? അമ്മാവാ, എന്താ കുഞ്ഞേ? എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പോയിട്ട് വൈകുന്നേരം വരും. വന്ന് കയറി ആ പെൺകുട്ടിയെ വൈകുന്നേരം വരാൻ പറയുന്നത് എന്തൊരു വിവരക്കേടാണോ? അവർക്ക് ഉടനെ സാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണും, അതുകൊണ്ടല്ലേ തന്നെ അന്വേഷണം കഴിഞ്ഞോട്ട് വന്നത്. അല്ല, അവിടുത്തെ പറഞ്ഞയച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടോ? എനിക്കങ്ങനെ കരുതിയൊന്നുമില്ല. നോക്കൂ, ഒരു ദിവസം മുഴുവൻ വേണമെങ്കിലും ഞാൻ ഇവിടെ ഒരേ ഇരിപ്പിരിക്കും. തനിക്ക് വയസ്സായാലും വല്ല ബഹദൂരുണ്ടോ? പെണ്ണുങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മുഖ്യ സ്ഥാനം കൊടുക്കണം, ലേഡീസ് ഫസ്റ്റ് എന്നല്ലയോ അവർ വന്നത്? വല്ല പണത്തിനോ പണ്ടത്തിനോ കാര്യത്തിനോ പോഞ്ഞ ചോര് ഞാൻ മനസ്സിൽ കട്ട പോലത്തെ ഒരു പെണ്ണ. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം അമ്മാവൻ എന്നെ സഹായിച്ചത് ഞാൻ മരിക്കുന്നവരെ മറക്കില്ല. ഇത് ഒടുവിലത്തെ വർഷമാണ്. ഈ വർഷം കൂടി
അമ്മാവൻ ഞങ്ങളെ സഹായിക്കണം. എന്നാലേ എന്റെ അനിയൻ പഠിച്ച് ഡോക്ടറാകുകയുള്ളൂ. എനിക്കൊരു 1000 രൂപ വേണം. 1000 രൂപ? അതെ. കഷ്ടമായി പോയല്ലോ. എന്താ? എന്റെ കയ്യിൽ ഇപ്പോൾ 100 രൂപ പോലും ഇല്ലല്ലോ. ഇല്ലയോ? അയ്യോ, ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അല്ല, വെച്ചോണ്ട് കള്ളം പറയില്ല. പക്ഷെ കോളേജ് തുറക്കാൻ ഇനി 4 ദിവസമില്ലേ ഉള്ളൂ. ഞാൻ ഇനി എവിടെ? സാരമില്ല, സാരമില്ല. അയ്യോ കുഞ്ഞെ, ഒരാഴ്ചക്ക് മുൻപ് നീ എന്നോട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പേട്ടി തരുമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ലല്ലോ അമ്മാവ. ഞാൻ എപ്പോ വന്ന് ചോദിച്ചാലും പണമില്ലെന്ന് അമ്മാവൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വിശ്വസിച്ച് ഞാൻ അന്നുണ്ടായിരുന്നു, തന്നു. ഇന്നില്ലല്ലോ. ആ ഇരിക്കുന്ന കൺട്രാക്ടർ കരുണാകരൻ നായർക്ക് 10,000 രൂപ ഞാൻ കൊടുക്കാനുള്ളതിന്റെ പേരിലാണ് അദ്ദേഹം എന്നെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? ഇതുവരെ എന്റെ വീട് പണയം വെച്ചതിന്റെ പേരിലല്ലേ അമ്മാവൻ പണം തന്നത്. അമ്മാവൻ ആ വീട് വിലക്കെടുത്തോളണം. കുഞ്ഞെ, നീ അങ്ങനെയാണോ ധരിച്ചത്? നിന്റെ വീട് പണയം വെച്ചതിന്റെ പേരിലല്ല നിനക്ക് ഞാൻ പണം തന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിലയേക്കാൾ കൂടുതൽ പണം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഈ പ്രായം വരെ വിവാഹം പോലും ചെയ്യാതെ കുടുംബത്തിന്റെ സർവ്വ പ്രാരാബ്ധങ്ങളും സഹിച്ച് നിന്റെ അനുജനെ നീ പഠിപ്പിക്കുന്നില്ല. ആ മനസ്ഥിതിയെയും ത്യാഗബുദ്ധിയെയും ഓർത്താണ് തങ്കമ്മേ ഞാൻ നിനക്ക് പണം കടം തന്നു. നമ്മുടെ അമ്മണി വയസ്സറിഞ്ഞു. മനസ്സിലായി അമ്മേ, മനസ്സിലായി. നീ എന്താ മക്കളെ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. നമ്മുടെ കുടുംബത്തിൽ എത്രയോ കഷ്ടനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ വേദനയ്ക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഭയന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഭയപ്പെടുന്നമ്മേ, ഭയപ്പെടുന്നു. അതെന്താ കുഞ്ഞെ? അവൾ എന്നും കൊച്ചുകുട്ടിയായിരിക്കും. ഊമയാണെന്ന് കരുതി പെണ്ണിന് പ്രായമാകാതിരിക്കാൻ ഒക്കുമോ മക്കളെ? അതല്ലമ്മേ, അവൾ ഇത്രയും വളർന്നപ്പോഴും ഇതുവരെ അത് സംഭവിക്കാത്തത് കൊണ്ട് അവൾക്ക് നാക്കും വാക്കും കൊടുക്കാൻ മറന്നുപോയ ദൈവം ഇക്കാര്യവും മറന്നുപോയെന്ന് വിചാരിച്ചു. ഇന്നോ നാളെയോ ഒന്ന് ഞാനും കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞെ. എല്ലാ ഭാഗ്യവും തികഞ്ഞ പെൺകുട്ടികൾക്ക് ഒരു ഭർത്താവിനെ കിട്ടാൻ പ്രയാസമുള്ള ഈ കാലത്ത് ഒരു ഊമപ്പെണ്ണിന് ഇനിയും ഉണ്ടല്ലോ അമ്മേ 4 എണ്ണം. എന്താ പണം കിട്ടിയോ? പണം കിട്ടിയല്ലോ. എന്നാല് തുണിയൊക്കെ വാങ്ങി തയ്ക്കാൻ കൊടുക്കായിരുന്നു. തുണി വാങ്ങാം. നേരത്തെ കൊടുത്തില്ലെങ്കിൽ സമയത്തിന് കിട്ടൂല ചേച്ചി. വാസ്തവം. അല്ലല്ല, ഞാൻ എന്തിനു മടിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ച. ശനിക്കോടി വാങ്ങിയാൽ ഇനിക്കോടി വാങ്ങൽ, അതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്ന. എങ്കിലും എന്നാ നാളെ വാങ്ങിയാ മതി. അല്ലല്ല, നിനക്ക് നിർബന്ധമാണ്. അയ്യോ വേണ്ട, ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നാളെ വാങ്ങിച്ചാൽ മതി.